ഹായ് ഡേയ്സ് ഇന്ന് ചെറിയൊരു ഈവനിങ് വൈബ് വീഡിയോ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വർക്കല പാവനാശം ബീച്ചിലാട്ടോ. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എൻ്റെ രണ്ട് അനിയത്തി കുട്ടികളൊന്നും ചോദിച്ചു, ചേച്ചി നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ പോകാമല്ലോ, എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചാടി പുറപ്പെട്ടതാണ്. ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഇന്ന് ഒരു വീഡിയോ എടുത്താലോ എന്നൊരു ബോധോദയം ഉണ്ടായത് കേട്ടോ. അതുകൊണ്ട് തന്നെ നടന്നു വരുന്ന വഴിക്കുള്ള ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകളും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മിസ്സായിട്ടോ. കാരണം അപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പോരത്തിന് ഞാനൊരു 3-4 മാസം മുന്നേ കേട്ടോ ലാസ്റ്റ് ബീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. 3-4 മാസത്തെ ഗ്യാപ്പുള്ള ഒരുപാടൊന്നുമില്ല, എന്നാൽ പോലും ഈ 3-4 മാസത്തെ ഗ്യാപ്പിനിടയ്ക്ക് ഇവിടെ 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫുള്ള് കാണാം കേട്ടോ എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ബ്ലാക്ക് മാത്രമല്ല വൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യമൊന്നും എനിക്കറിയില്ല, കാരണം കയറാനൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരക്കിയില്ല കേട്ടോ. അതുപോലെ തന്നെ നടന്നു ഇപ്പോൾ കണ്ടില്ലേ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ ഫുൾ ലൈറ്റ് തന്ന കേട്ടോ. ബബിൾസ് വിടുന്നതുണ്ട്. പിന്നെ അതുപോലെ കുഞ്ഞു മക്കളൊക്കെ പെട്ടെന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് കരഞ്ഞ് കൂവി വാങ്ങിപ്പിച്ചിരിക്കും എല്ലാവരെ കൊണ്ടും. അതുപോലുള്ള ഐറ്റംസ് ഉണ്ട്. അവരെല്ലാം നമ്മൾ അടുത്ത് വരെ കൊണ്ടുവന്ന് വേണമെന്ന് ചോദിച്ച് കൊച്ചുങ്ങളെ കാണിക്കും കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് ഇത്. പക്ഷേ ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞങ്ങളിവിടുന്ന് പോകാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇതെല്ലാം ലൈറ്റ് കത്തിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോഴാണിത് കാണാൻ നല്ല രസമുണ്ടായിരുന്നത്. പിന്നെ കൂടുതലും വിദേശികളായിരുന്നു കേട്ടോ, ടൂറിസ്റ്റുകളായിരുന്നു. അവർ വന്നിട്ട് നല്ല ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുട്ബോൾ പന്തൊക്കെ കളിച്ചും നട്ടി അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ ബലിമണ്ഡപം കേട്ടോ. മാസം തോറും എല്ലാവരും വന്ന് വാവ് ദിവസം വന്നിട്ട് ബലിയിടുന്നത്. വാവ് ദിവസം മാത്രമല്ല, അല്ലാതെ ബലിയിടാൻ വരുന്നവരും ഇവിടെ വന്നിട്ടാണ് ബലിയിടുന്നത്. പിന്നെ കർക്കിടവാവിന് പറയണ്ട, ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, അടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം പാവനാശം എന്നാണ് കേട്ടോ അറിയുന്നത്. കാശി പോലെ വലുതല്ലെങ്കിൽ ഇവിടെ വന്നാലും പാവങ്ങളൊക്കെ തീരുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്നെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങൾ. അതിലൊന്നാണ് ഈ കടലിൽ കൂടെ പോകുന്ന സാധനങ്ങൾ എന്തെന്നൊക്കെ നോക്കൂ. ഇതിൻ്റെ ഇന്നും പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. ഞാനിവിടെ വന്നപ്പോഴാണ് ഇതാണ് കേട്ടോ. ഞാൻ 2-3 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഈ വക സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ വർക്കല ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ അടുത്തുള്ളവർ വർക്കല ബീച്ച് വരുന്നവർ അറിയാത്തവരുണ്ടെങ്കിൽ, ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാനിവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഓടിവായോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെ കയറാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാടും ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇതിനകത്ത് കയറുന്നത് തോന്നുന്നു. നമ്മളാൾക്കാരുണ്ടോ എന്ന് സംശയമാണ്, എന്നാലും ഇല്ല, അവർക്കായിരുന്നു ഇതൊക്കെ ഭയങ്കര കൗതുകത്തോടെ വന്ന് കയറിക്കൊണ്ടിരുന്നത്. എനിക്ക് എന്തായാലും ഇത് മനസ്സിലായി. ഞാനിതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ള ടൈമിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതല്ല, പക്ഷേ യെല്ലോ സാധനം എന്താണെന്ന് എനിക്കറിയില്ല, അത് ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും വരുന്നുണ്ട് കേട്ടോ. അതാണ് വേറൊരു കാര്യം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആദ്യം ഭയങ്കര ഉദ്ഘാടനമൊക്കെ ആയിരുന്നു, പക്ഷേ ഞാൻ ആ ടൈമിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ചെറിയൊരു അപകടമൊക്കെ പറ്റി. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി, എന്നാലും അത് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ ഒരു കൗണ്ടർ കേട്ടോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മാത്രമല്ല, ബാക്കി എല്ലാത്തിനും ഉള്ള കൗണ്ടർ ഇതാണ്. പിന്നെ അതുപോലെ സേഫ്റ്റി ജാക്കറ്റ് അവരതെല്ലാം കൊണ്ട് അടുക്കി ഇടുകയാണ് കേട്ടോ. പോയിട്ട് വരുന്നവരെ നിന്നൊക്കെ അവരത് മേടിച്ച് അടുക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ല നിങ്ങൾ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പണി ഇതെവിടെയാണ് നടക്കുന്നത്. ഞാൻ ദൂരെ നിന്ന് വന്നപ്പോഴേ ഇതെന്താ ഇവിടെ ഭയങ്കര ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു ഈ സൈഡിൽ. അപ്പം ഞാൻ ഇങ്ങോട്ട് കണ്ടുകൊണ്ട് വന്നപ്പോഴേ ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. ഇവിടെ മൊത്തം അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് കണ്ട് ഷെഡ് കണക്ക് കടിച്ച് ഫുള്ളൊരു കോലാഹലമായിട്ട് കിടക്കുവാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം വേണ്ടിയിട്ട്. ഇതെല്ലാം പണിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അന്ന് ഞാൻ വരാണെങ്കിൽ ഉറപ്പായിട്ട് അന്ന് ഒരു വ്ലോഗ് വീഡിയോ എടുത്തായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ബീച്ചിലോട്ട് നോക്കുക, ഈ ഈവനിങ് സമയത്തൊക്കെ പറയേണ്ട നല്ല ബെസ്റ്റ് ഒരു മൊമെൻറ്റ് തന്നെ ആയിരിക്കും അതൊക്കെ. അതുപോലെ കുറേ നേരം ഇങ്ങനെ ഇവിടെ ഇരുന്ന് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറേ നടന്ന് വന്നതിന് ശേഷം കുറേ നേരം കടലിൽ ഇങ്ങനെ തിര വരുന്നതൊക്കെ നോക്കിയിരുന്നു. മൈൻഡ് ഫുള്ള് റിലാക്സ് ചെയ്യും, എല്ലാ ടെൻഷനും ഒഴിഞ്ഞ് മൈൻഡ് ഫുള്ള് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടോ ബീച്ച്. പിന്നെ ബീച്ച് വന്നാൽ അറിയാമല്ലോ, മസ്റ്റായിട്ട് 2 കാര്യമുണ്ട്. ഐസ്ക്രീം മസ്റ്റാണ്. അതുപോലെ തന്നെ ഈവനിങ് വരുവാണെങ്കിൽ നല്ല ചൂട് കടല. അപ്പം കടല കപ്പലണ്ടി ഇതൊക്കെ. അപ്പം നല്ല ചൂടോടെ കടലയും കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് അതും കുറച്ച് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ തീരേക്ക് വരുന്ന നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവരെങ്ങനെയാണ് പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ കയറാനായിട്ട്? പക്ഷേ എനിക്ക് ചെയ്യാൻ പേടിയാട്ടോ. എനിക്ക് തിര വരുമ്പോൾ അതിനകത്ത് തിരയിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇത്തവണ ഞാൻ അതും ഇറങ്ങിയില്ല കേട്ടോ. എനിക്കെന്തോ ഇങ്ങനെ തിര വരുന്നതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനാണ് തോന്നിയത്. നല്ല കൂളായിട്ട് കാമായിട്ടിരിക്കാനാണ് തോന്നിയത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവർക്ക് ഞാൻ ആലോചിച്ച് ഇങ്ങനെ അത് പേടിയാവില്ലേ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരിച്ച് വന്നിട്ട് ഇതൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരികയാണ്. അപ്പോൾ നോക്കി എന്ത് ഭംഗിയാണെന്നുള്ളത്. എല്ലായിടത്തും റിസോർട്ടുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഫുള്ള് ലൈറ്റിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആ ഒരു ടൈമിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു കുഞ്ഞു കളിപ്പാട്ടങ്ങളും ബബിൾസും ഒക്കെ നോക്കി എന്ത് ഭംഗിയെന്നാൽ ലൈറ്റ് എത്തിച്ച് വെച്ചിരിക്കും. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇതെല്ലാം വലിയവർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം ആ കുഞ്ഞിപ്പം ഇങ്ങനെ മേലോട്ട് അടിച്ചു വിടുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കറങ്ങി കറക്റ്റ് താഴെ വന്ന് വീഴും. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതൊക്കെ വലിയവർ അവിടെയുള്ള മിക്കവരും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ബീച്ചിനോട് പറഞ്ഞ് തിരിച്ചു പോകുമായിരുന്നു. തിരിച്ചു പോകാൻ നേരത്താണ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വലുതായിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ തിരിച്ചു പോകാൻ നേരത്താണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം വർക്കലക്കാരുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം കേട്ടോ. അത് തെക്കൻ കാശിയിൽ നിന്നാണ് നമ്മൾ ജനാർദ്ദന സ്വാമി ക്ഷേത്രം അറിയുന്നത്. അവിടെ ഉത്സവമായി കേട്ടോ. അപ്പോഴത്തേക്ക് 2-ാം തീയതിയാണ് കൊടി കയറുന്നത്. അതായത് നാളെയാണ് കൊടി കയറുന്നത്. 11-ാം തീയതിയാണ് തീരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തു കേട്ടോ. വണ്ടി സ്ലോ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നോക്കിയേ, വർക്കലേശ്വരൻ്റെ ആ ഒരു ആർച്ചും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രം ഫുള്ള് പെയിൻറ്റ് അടിച്ച് ആ സ്റ്റെപ്പൊക്കെ പല പല കളറിലാട്ടോ പെയിൻറ്റ് അടിച്ച്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റിലത്തൂടെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മളപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് വൈബ്. ഓക്കെ, ബൈ ബൈ.